ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 12ാമത്തെ രേഖയായി ആധാറിനെ ഉൾപ്പെടുത്താൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം. ആധാർ ഔദ്യോഗിക രേഖയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വ്യക്തമാക്കി. ഹർജികൾ അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാടിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കൂടി വരികയാണ്. ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇനി വാദം കേൾക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് അച്യുതൻ? റിജിത്ത്, പ്രധാനമായിട്ടും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ കൂടി പരിഗണിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരുന്നത്. പക്ഷേ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇത് പാലിക്കുന്നില്ല എന്ന് ഹർജിക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരമൊരു നിർദ്ദേശം BLOമാർക്ക് നൽകുന്നില്ല എന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ഇതോടുകൂടിയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതായത് ആധാർ ഒരു ഔദ്യോഗിക രേഖയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഉത്തരവിന്ന് പുറപ്പെടുവിച്ചത്. 12ാമത്തെ, അതായത് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ 12ാമത്തെ രേഖയായി ആധാർ ഉൾപ്പെടുത്തണമെന്ന ഉത്തരവാണ് സുപ്രീം കോടതിയെ പുറപ്പെടുവിച്ചത്. അത് തിരിച്ചറിയൽ രേഖ എന്ന നിലയിലാണ് ആധാറിനെ ഉൾപ്പെടുത്തുവാനുള്ള നിർദ്ദേശം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. എന്നാൽ പൗരത്വ രേഖയായി ആധാറിനെ കണക്കാക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. അത് സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. എന്നിരുന്നാലും തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ ഉൾപ്പെടുത്തണം എന്നൊരു ഉത്തരവാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരസ്യപ്പെടുത്താൻ കൂടി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആധാർ കൂടി ഉൾപ്പെടുത്താനാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അച്യുതൻ, ഈ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. വലിയ രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട്, ഈ പരാതികളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ളതാണ്. രാജ്യത്ത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടികൾ, കോടതിയുടെ അന്തിമ ഉത്തരവ് എന്താകും എന്നുള്ള കാര്യമൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. ഇതിൽ കോടതി നേരത്തെ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയ ചില പ്രധാന നിരീക്ഷണങ്ങളുണ്ട്. അന്തിമ ഉത്തരവ് ഏത് തരത്തിലായിരിക്കും എന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനി ഇതിൽ തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ എന്താണ് കോടതി ഇതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ പോകുന്നത് എങ്ങനെയാണ് അച്യുതൻ? രജിത്ത്, പ്രധാനമായും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പ്രക്രിയ, അതിന് എതിരെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടായില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സുപ്രധാന നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. അതിന്റെ തുടക്കം മുതൽ തന്നെ ഈ ആധാറും അതുപോലെ തന്നെ വോട്ടർ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കാതെ വരുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിക്കുകയും അക്കാര്യങ്ങൾ പരിശോധിക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ച് അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന നിർദ്ദേശം കൃത്യമായി സുപ്രീം കോടതി നൽകി. ഒപ്പം തന്നെ ഹർജിക്കാർ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഈ പല വോട്ടർമാർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരാണ്. അവരെ ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലുള്ളൊരു ആശയവിനിമയം അവരുമായി ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ കൂടുതൽ സമയം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും സുപ്രീം കോടതി നിരീക്ഷിച്ചൊരു കാര്യം, ഇതിൽ കൃത്യമായി വോട്ടർമാരെ ബോധവൽക്കരിക്കുക, അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന് രാഷ്ട്രീയ പാർട്ടികൾ കൂടി മുൻകൈയെടുക്കണം എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ വരുമ്പോൾ ഈ BLOമാർ ഈ ആധാർ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും അത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയ പ്രധാന വാദം. അവിടെയാണ് സുപ്രീം കോടതി വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആധാർ പരിഗണിക്കാനായി ഒരുങ്ങാത്തത്? ആധാർ ഒരു ഔദ്യോഗിക രേഖയാണ്, ഈ താമസ രേഖയായി ആധാറിനെ പരിഗണിക്കാൻ കഴിയും, അതൊരു തിരിച്ചറിയൽ രേഖയാണ് എന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയുകയുണ്ടായി. എന്നാൽ പൗരത്വ രേഖയെ കണക്കാക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു. എന്നാൽ അത് ശരിയാണെങ്കിൽ കൂടിയും തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കണം. അതൊരു 12ാമത്തെ രേഖ, അത് ഹർജിക്കാർ ഉന്നയിച്ചൊരു ആവശ്യമായിരുന്നു. 12ാമത്തെ രേഖയായി ആധാറിനെ കൂടി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം എന്നത്. അത് കൃത്യമായി സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടാണ് 12ാമത്തെ രേഖയായി ആധാറിനെ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൗരത്വ രേഖ എന്ന നിലയിലല്ല, ഒരു തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാറിനെ പരിഗണിക്കണം എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 12ാമത്തെ രേഖയായി ആധാറിനെ ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.